ഇന്ന് നമ്മള് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സപ്പോസ് ദർ ആർ 10 സിഗ്നൽ ഈച്ച് റിക്വയറിംഗ് 4000 ഹെഡ്സ് are multiplexed on a single channel using FDM, that is frequency division multiplexing. What is the minimum bandwidth required for multiplexed channel? Assume that the Gauge bands are 400 heads wide. So നമുക്ക് മിനിമം ബാൻഡ് വിഡ്ത്ത് റിക്വയർഡ് ആയിട്ടുള്ള എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്തോളൂ. സിനി കമന്റ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, നമുക്ക് എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കാം, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇത് നമ്മുടെ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പലതരത്തിലുള്ള മൾട്ടിപ്ലെക്സിംഗ്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഉണ്ട്, കോഡ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഉണ്ട്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മൾട്ടിപ്ലെക്സിംഗ് കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഒരു പോർഷൻ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പം ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 10 സിഗ്നൽസ് ഉണ്ട്. ഓരോ സിഗ്നലും എത്രയാണ്, എത്ര ഫ്രീക്വൻസി ആണ്? 4000 ഫ്രീക്വൻസി ആണ്. ഇനി ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുമ്പോൾ ഈ 10 സിഗ്നലിനെയും കൂടെ നമ്മൾ ഒരു സിംഗിൾ സിഗ്നൽ ആക്കി സെൻഡ് ചെയ്യുമ്പോഴാണ്, സിംഗിൾ ചാനലിലൂടെ, ആക്ച്വലി ഒരു സിംഗിൾ ചാനലിലൂടെ ഈ പറയപ്പെടുന്ന 10 സിഗ്നലിനെയും, ഇവിടെ വരുന്ന ഈ 10 സിഗ്നൽ ഉണ്ടാകും, ഈ 10 സിഗ്നലിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ എന്താക്കാൻ പോകുന്നു? ഒരു സിംഗിൾ സിഗ്നലായി ഈ ചാനലിലൂടെ വിടുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഗോഡ് ബാൻഡ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമുക്കറിയാം 10 സിഗ്നൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ 10 സിഗ്നലിന്റെ ഓരോ സിഗ്നലിന്റെയും ഫ്രീക്വൻസി എത്രയാണ്? 4000 ഹെഡ്സ് ആണ് ഫ്രീക്വൻസി. ഈ സിഗ്നലിന്റെ ഫ്രീക്വൻസി എത്രയാണ്? അതും 4000 ഹെഡ്സ് ആണ് ഫ്രീക്വൻസി. അങ്ങനെ ടോട്ടൽ എത്ര അതായത് അങ്ങനെ നമുക്ക് 10 സിഗ്നൽ ഉണ്ടാവും. സോ 10 സിഗ്നലിന് കൂടി 4000 വെച്ചിട്ട് ടോട്ടൽ 40,000 ആണ് നമുക്ക് ഫ്രീക്വൻസി ഉണ്ടാവുന്നത്. ഓക്കെ, 40,000 ഫ്രീക്വൻസി ഉണ്ടാവും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഗോഡ് ബാൻഡ് 400 കിലോ ഹെഡ്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഗോഡ് ബാൻഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇത് ഒരു 4000 ഹെഡ്സ് ഉള്ള ഒരു ഫ്രീക്വൻസി ആണ്, ഒരു സിഗ്നൽ ആണ്. തൊട്ടടുത്ത് ഇത് മറ്റൊരു 4000 ഹെഡ്സ് ഉള്ള ഒരു ഫ്രീക്വൻസി ആണ്. ഇവർ തമ്മിൽ ഇന്റർഫറൻസ് ഒക്കർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇൻ ബിറ്റ്വീൻ ഇതിനിടയിൽ നമ്മളൊരു സ്പേസ് കീപ്പ് ചെയ്യും. ആ ഒരു സ്പേസ്, അതായത് ഇവിടെ നമുക്കൊരു ടൈം ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ ഒരു ടൈം സ്ലോട്ട് യൂസ് ചെയ്യും. ഫ്രീക്വൻസി ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് ഒരു ഫ്രീക്വൻസി യൂസ് ചെയ്യും. കോഡ് ഡിവിഷൻ ആണെങ്കിൽ അത് മറ്റൊരു രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് സിഗ്നൽ 1ഉം സിഗ്നൽ 2ഉം രണ്ട് സിഗ്നലാണ്. ആ രണ്ട് സിഗ്നലിന്റെയും ഫ്രീക്വൻസി എത്രയാണ്? 4000ഉം 4000ഉം ആണ്. അപ്പൊ ഇവർ തമ്മിൽ തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ, ഇവർ തമ്മിൽ ഒരു ഗ്യാപ്പ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഇന്റർഫറൻസ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരാളെ നിർത്തുന്നു. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മളുടെ എന്ത്? ഗോഡ് ബാൻഡ്. ഓക്കെ, ഇവിടെ ഗോഡ് ബാൻഡിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 400 ഹെഡ്സ് ആണ് ഗോഡ് ബാൻഡിന്റെ ഫ്രീക്വൻസി. ശ്രദ്ധിച്ചേ, നമുക്കറിയാം ടോട്ടൽ 10 ഫ്രീക്വൻസി സിഗ്നൽസ് ആണ് ഉള്ളത് നമുക്കറിയാം. അപ്പൊ 1 2 3 4 5 6 7 8 9 10 ടോട്ടൽ 10 സിഗ്നൽസ് ഉണ്ട്. ഈ എല്ലാ സിഗ്നൽസിനും 4000 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ എല്ലാ സിഗ്നൽസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? ഗോഡ് ബാൻഡ് ഉണ്ട്. ഇതാണ് നമ്മളുടെ ഗോഡ് ബാൻഡ്. അപ്പൊ എത്ര ഗോഡ് ബാൻഡ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 ഗോഡ് ബാൻഡ് അല്ലെ. അപ്പൊ 9 ഗോഡ് ബാൻഡ് എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു ഒരു ഗോഡ് ബാൻഡിന്റെ വാല്യൂ എത്രയാണ്? 400. എത്ര വരും? 3600 വന്നു. അപ്പം ഈ 10 സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 40,000 വേണമായിരുന്നു അല്ലെ. 10 സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് 40,000 വേണമായിരുന്നു. അതിനോടൊപ്പം നമുക്ക് ഈ ഗോഡ് ബാൻഡും വേണ്ടേ? ആ ഗോഡ് ബാൻഡിനെയും കൂടെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എത്ര വേണം? 3600 വേണം. അപ്പൊ ടോട്ടൽ എത്ര വന്നു? 43,600 ആണ് ടോട്ടൽ നമുക്ക് വേണ്ട ഫ്രീക്വൻസി റേഞ്ച്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എങ്ങനെയാണ് 43,600 വന്നതെന്നുള്ളത് മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഓക്കെ, ഇതില് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 10 സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ.
അപ്പൊ 10 സിഗ്നൽ എന്ന് പറയുമ്പോ നോക്കുക, ഇവിടെ നമുക്ക് 10 സിഗ്നൽ എന്ന് പറയുമ്പോ ഇതാണ് നമ്മുടെ 10 സിഗ്നൽ. 1 2 3 4 5 6 7 8 9 10. ഈ 10 സിഗ്നലിനെയും കൂടെ നമ്മൾ മൾട്ടിപ്ലക്സിംഗ് ചെയ്തിട്ട് ഒരു സിംഗിൾ ചാനലിലൂടെയാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 10 സിഗ്നലിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് ആണ് ഇനി നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 10 സിഗ്നലിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് നമുക്ക് ഈ ഒരു സിംഗിൾ ചാനലിന് വേണം. ഒപ്പം ഈ ഓരോ സിഗ്നലിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, ഇവർ തമ്മിൽ ഇന്റർഫറൻസ് ഒക്കർ ചെയ്യാതിരിക്കാൻ ഇവർ തമ്മിൽ ഒരു ഗ്യാപ്പ് വേണം. 10 സിഗ്നലുകൾ തമ്മിൽ ഒരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പിന് വേണ്ടിയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ഗോഡ് ബാൻഡിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗോഡ് ബാൻഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 400 ആണെന്ന് തന്നിട്ടുണ്ട്. ഓരോ സിഗ്നലും എത്രയാണ് തന്നിട്ടുണ്ട്? 4000 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ സിഗ്നലിന്റെ സ്ട്രെങ്ത് എത്ര വരും? 10 സിഗ്നൽ ഉള്ളത് കൊണ്ട് ഓരോ സിഗ്നലിനും 4000 വെച്ചിട്ട് 40,000 ആണ് നമുക്ക് ടോട്ടൽ ഇത് വേണ്ടത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എല്ലാ സിഗ്നലും അടുത്തടുത്തിരിക്കും അല്ലെ? ഒരൊറ്റ സിഗ്നലിലാണ് ഇത്രയും ബാൻഡ് വിഡ്ത്ത് നമ്മൾ 40,000 ഹെഡ്സിന്റെ ബാൻഡ് വിഡ്ത്ത് ഫ്രീക്വൻസി ലെവലിൽ നമ്മൾ ബാൻഡ് വിഡ്ത്ത് കൊടുക്കുകയാണ് എങ്കിൽ ആ ഓരോ സിഗ്നലും അടുത്തടുത്തിരിക്കും. അപ്പൊ അവർ തമ്മിൽ ഇന്റർഫറൻസ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവരെ നമ്മൾ അകറ്റണം. അകറ്റാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഗോഡ് ബാൻഡുകൾ യൂസ് ചെയ്തു. ആ ഗോഡ് ബാൻഡ് എത്രയാണ്? 400 ആണ് ഗോഡ് ബാൻഡ്. അങ്ങനെ ഈ 10 സിഗ്നലിന് നമുക്ക് എത്ര ഗോഡ് ബാൻഡ് വേണം? 9 ഗോഡ് ബാൻഡ് വേണം. സോ 9 into 400 എത്ര വന്നു? 3600 ഫ്രീക്വൻസി നമ്മൾ എന്തിനു വേണ്ടി തന്നെ എടുക്കുവാണ്? ഗോഡ് ബാൻഡിന് വേണ്ടി തന്നെ എടുക്കുവാണ്. സോ ഈ 10 സിഗ്നല് ഒരു സിംഗിൾ ചാനലിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇന്റർഫറൻസ് ഒക്കർ ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് 3600 ഫ്രീക്വൻസി അഡീഷണലി വേണ്ടി വരും. എന്തിനു വേണ്ടിയാണ്? ഗോഡ് ബാൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോ ഈ ടോട്ടൽ ഈ ഒരു സിംഗിൾ സിഗ്നലിന്റെ അല്ലെങ്കിൽ ഈ സിംഗിൾ ചാനലിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ 10 സിഗ്നലിന്റെ ബാൻഡ് ഫ്രീക്വൻസി പ്ലസ് ഈ ഗോഡ് ബാൻഡും കൂടെ കൂടി. അപ്പൊ എത്ര വരും? 43,600 വരും. ഇപ്പൊ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഇസ് ദ സൈസ് ഓഫ് ARP റിക്വസ്റ്റ് ആൻഡ് ARP റിപ്ലൈ പാക്കറ്റ്? ആൻസർ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇസ് ദ സൈസ് ഓഫ് ARP റിക്വസ്റ്റ് ആൻഡ് ARP റിപ്ലൈ പാക്കറ്റ്? ഓക്കെ, റമില തന്നിരിക്കുന്നത് 28 ആണ് ആൻസർ. എക്സ്പ്ലനേഷൻ ഉണ്ടോ? എക്സ്പ്ലനേഷൻ പറയാമോ? വൈ ഇറ്റ് ഈസ് 28? 28 റൈറ്റ് ആൻസർ ആണ്. പക്ഷെ എക്സ്പ്ലനേഷൻ വേണം. എന്തുകൊണ്ടാണ് 28? അതുപോലെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ARP റിക്വസ്റ്റ് യൂസ് ചെയ്യുന്നത്? IP അഡ്രസ്സിൽ നിന്ന് IP അഡ്രസ് യൂസ് ചെയ്തിട്ട് MAC അഡ്രസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ARP പ്രോട്ടോകോൾ അല്ലെ? അപ്പം ARP പ്രോട്ടോകോൾ എന്താണെന്ന് നമുക്കൊന്ന് പറയാം. ARP എന്ന് പറയുന്നത് നമുക്ക് ARP പ്രോട്ടോകോളും ഉണ്ട്, അതോടൊപ്പം തന്നെ RARP പ്രോട്ടോകോളും ഉണ്ട്, റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോളും ഉണ്ട്. ARPയുടെ ഫുൾ ഫോം അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്നാണ്. ഓക്കെ, എനിവേ ARP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ ഡിവൈസിന്റെ IP അഡ്രസ് മാത്രം നമുക്ക് പോരാ, പകരം അതിന്റെ ഫിസിക്കൽ അഡ്രസ് ആയിട്ടുള്ള ഒരു 48 ബിറ്റ് അഡ്രസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ MAC അഡ്രസ്സും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. 48 ബിറ്റ് ഉള്ള അഡ്രസ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഡിവൈസിന്റെ MAC അഡ്രസ് അറിയണമെങ്കിൽ, ഈ MAC അഡ്രസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിൽ മാനുഫാക്ചേഴ്സ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ് ആണ് നമ്മുടെ ഈ നെറ്റ്വർക്ക് അഡ്രസ് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ് അല്ലെങ്കിൽ MAC അഡ്രസ്. അപ്പൊ ഈ അഡ്രസ് നമുക്ക് ഗെറ്റ് ചെയ്യണമെങ്കിൽ we have to use ARP പ്രോട്ടോകോൾ. ഇനി എന്താണ് ARP പ്രോട്ടോകോള്? നമ്മൾ ഒരു ഡിവൈസിൽ, അതായത് ഒരു നെറ്റ്വർക്കിൽ എയും ബിയും രണ്ട് ഡിവൈസ് ഉണ്ട്. എയും ബിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എക്ക് ബിയുടെ നെറ്റ്വർക്ക് അഡ്രസ് അറിഞ്ഞിരിക്കണം, ബിക്ക് എയുടെയും നെറ്റ്വർക്ക് അഡ്രസ് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇവർ എന്ത് ചെയ്യും? ഇവരൊരു ARP റിക്വസ്റ്റ് നമ്മുടെ നെറ്റ്വർക്കിലോട്ട് അയക്കും. അപ്പൊ ഈ ARP റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിരിക്കും. അതായത് നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസിനും എത്തുന്ന രീതിയിലുള്ള ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആണ് നമ്മുടെ ARP റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ARP റിക്വസ്റ്റ് എത്തിക്കഴിയുമ്പോൾ, അതായത് ARP റിക്വസ്റ്റിൽ വരുന്നത് ഒരു IP അഡ്രസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ സിസ്റ്റത്തിന്റെ IP അഡ്രസ്സുമായിട്ട് അത് മാച്ച് ചെയ്ത് നോക്കും. മാച്ച് ചെയ്ത് നോക്കിയിട്ട് അത് ഓക്കെ ആണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ MAC അഡ്രസ് ഞാൻ റിപ്ലൈ മെസ്സേജ് ആയിട്ട് കൊടുക്കും. സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ARP റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജും ARP റിപ്ലൈ എന്ന് പറയുന്നത് ഒരു യൂണികാസ്റ്റ് മെസ്സേജും ആയിരിക്കും. ഓക്കെ, അതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് കറക്റ്റ് ആണോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക, ARP റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആണ്. സോ ആരാണോ ഈ ARP റിക്വസ്റ്റ് അയക്കുന്നത്, ഏത് നെറ്റ്വർക്കിലുള്ള ആളാണോ അയക്കുന്നത്, ആ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസിനും ആ മെസ്സേജ് കിട്ടുകയും, പക്ഷേ ഏത് ഡിവൈസിന്റെ അഡ്രസ് ആണോ ആ ഡിവൈസ് മാത്രമേ അയാളുടെ MAC അഡ്രസ് റിപ്ലൈ ആയിട്ട് സെൻഡ് ചെയ്യത്തുള്ളൂ. സോ റിപ്ലൈ എന്ന് പറയുന്നത് ഒരു യൂണികാസ്റ്റ് ആയിരിക്കും.
ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ARP പാക്കറ്റിന്റെ അല്ലെങ്കിൽ ദ സൈസ് ഓഫ് ARP റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ പാക്കറ്റ് അല്ലെ, ആ ഒരു ARP പാക്കറ്റിന്റെ സൈസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു 4 ബൈറ്റ് ആണ് അല്ലെ, ഇത് 4 ബൈറ്റ്. എന്തുകൊണ്ടാണ് 4 ബൈറ്റ് എന്ന് പറഞ്ഞത്? ഇത് 16 ബിറ്റ്, ഇതും 16 ബിറ്റ്. അപ്പൊ ടോട്ടൽ എത്ര വന്നു? 32 ബിറ്റ് വന്നു. സോ ഈ 32 ബിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഈ 32 ബിറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 4 ബൈറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സോ ഈ ലൊക്കേഷനും 4 ബൈറ്റ് ആണ്, 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 ഈ ലൊക്കേഷനും എന്തായിരിക്കും? 4 ബൈറ്റ് ആണ്. സോ ടോട്ടൽ എത്ര വന്നു? 1 2 3 4 5 6. ദാറ്റ് ഈസ് 6 into 4 എത്ര വന്നു? 24 ബൈറ്റ് വന്നു. ഇനി മനസ്സിലാക്കേണ്ടത് ഒരു 4 ബൈറ്റും കൂടെ ഇതിന്റെ കൂടെ നമുക്ക് ഉണ്ടാവും. ഒരു ട്രെയിലർ ആയിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ 4 ബൈറ്റിനെയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു നമ്മൾ ഡേറ്റാ ലിങ്ക് ലെയറിൽ പഠിച്ചിട്ടുണ്ട് ട്രെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു 4 ബൈറ്റിനും കൂടെ നമ്മൾ ട്രെയിലിംഗ് പോർഷന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു 4 ബൈറ്റും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ആ ഒരു 4 ബൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആ ഒരു 4 ബൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 28 ബൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ARP പാക്കറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 28 ബിറ്റ് ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ കണ്ടോ ഓപ്പറേഷണൽ റിക്വസ്റ്റ് കണ്ടോ, ഓപ്പറേഷണൽ റിക്വസ്റ്റ്, ഓപ്പറേഷണൽ റിപ്ലൈ ഉണ്ട്. അതായത് ARP റിക്വസ്റ്റ് പാക്കറ്റും ARP റിപ്ലൈ പാക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. റിപ്ലൈ ആണ് എങ്കിൽ അവിടെ 2 വരും, റിക്വസ്റ്റ് ആണെങ്കിൽ അവിടെ 1 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും വരുന്നത്. സോ ഈ ഒരു ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ റിപ്ലൈ പാക്കറ്റും റിക്വസ്റ്റ് പാക്കറ്റും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്. സോ നമ്മളോട് ചോദിച്ചത് ARP പാക്കറ്റിന്റെ സൈസ് ആണ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് റിപ്ലൈ പാക്കറ്റിന്റെ സൈസ് ആണ്. അതെന്ന് പറയുന്നത് 28 ബൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നോർമലി ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 64 ബൈറ്റ് ആണ് നമ്മൾ IP-യുടെ പാക്കറ്റിന്റെ സൈസ് ഒക്കെ പറയുന്നത് അല്ലെ. പക്ഷേ ഇതിനെ നമ്മൾ ഈ 28നെ 64ലോട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 18 ബൈറ്റ് സീറോസ് നമ്മൾ പാഡ് ചെയ്ത് വിടണം. നമുക്കറിയാം എന്താണ് പാഡിംഗ് എന്ന് നമുക്കറിയാം. എക്സ്ട്രാ സീറോസ് ആഡ് ചെയ്ത ഒരു മെക്കാനിസത്തിന് പറയുന്ന പേരാണ് പാഡിങ്. സോ 28 ബൈറ്റ് ആണ് നോർമലി ഒരു ARP റിക്വസ്റ്റ് അല്ലെങ്കിൽ റിപ്ലൈയുടെ സൈസ് എങ്കിൽ അതില് 64 ബൈറ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 18 ബൈറ്റ് ആയിട്ട് സീറോസ് പാഡ് ചെയ്ത് വിടണം. അങ്ങനെ നമുക്ക് അതിനെ 64 ബൈറ്റ് ആക്കി മാറ്റാൻ പറ്റും. നോർമൽ കേസിൽ ചോദിക്കുകയാണ് എങ്കിൽ ആൻസർ എത്രയാണ്? 28 ബൈറ്റ് ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്പെസിഫൈ VLAN സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ്? VLAN സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് സ്പെസിഫൈ ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണോ? VLAN സെക്യൂരിറ്റി സ്റ്റാൻഡേർഡാ. VLAN നല്ല ചോദിച്ചത്, VLAN സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ ബി IEEE 802.11i ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് IEEE 802.11 എന്ന് പറയുന്നത് നമ്മളുടെ വൈഫൈ, വയർലെസ് ലാൻ അല്ലെങ്കിൽ വൈഫൈ ടെക്നോളജി, വയർലെസ് ഫെസിലിറ്റിനെ പറയുന്നതാണ് IEEE 802.11 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോർമലി IEEE 802.11 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നമുക്ക് ഓക്കെ, ഇത് നമ്മൾ IEEE 802.11 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ നോർമലി ഡേറ്റാ ലിങ്ക് ലെയറിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ. നമ്മൾ ഡേറ്റാ ലിങ്ക് ലെയറിലാണ് നമ്മൾ പറയുന്നത്. ഈതർനെറ്റിന്റെ കോൺസെപ്റ്റ് പറയാറുണ്ട്. ആ ഒരു ലെയറിൽ തന്നെ മറ്റൊരു പ്രോട്ടോകോൾ ആണ് IEEE 802.11 അല്ലെങ്കിൽ VLAN, WLAN എന്ന് പറയുന്നത്. ഓക്കെ, ഇനി IEEE 802.3 ആണ് ഈതർനെറ്റ്. ശ്രദ്ധിക്കുക, IEEE 802.3 ആണ് ഈതർനെറ്റ്. അതും ഡേറ്റാ ലിങ്ക് ലെയറിന്റെ മറ്റൊരു പ്രോട്ടോകോൾ ആണ്. ഇത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? IEEE 802.11 അതാണ് വയർലെസ് ലാൻ, അതായത് വയർലെസ് ഫെസിലിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ പറയും. ഓക്കെ, ഇനി IEEE 802.11ന്റെ കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതില് 1 or 2 Mbps ഡേറ്റയെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. 1 or 2 Mbps ഡേറ്റയെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 2.4 GHz ആയിരിക്കും ഫ്രീക്വൻസി റേഞ്ച്. ശ്രദ്ധിക്കുക, IEEE 802.11 ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് 2.4 GHz അതിന്റെ ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് 1 to 2 Mbps ആണ്. ഇനി അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രീക്വൻസി ഹോപ്പിംഗ്, ഇത് ആക്ച്വലി നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടിംഗിൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്ന ഒരു പോർഷൻ ആണ് കേട്ടോ. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രവും അതുപോലെ തന്നെ ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രവുമാണ്. അത് മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന രണ്ട് ടെക്നിക്കൽ ടേമുകളാണ്, ഫ്രീക്വൻസി ഹോപ്പിംഗും അതുപോലെ തന്നെ ഡയറക്റ്റ് സീക്വൻസിങ് സ്പ്രെഡ് സ്പെക്ട്രവും.
ഓക്കെ, അപ്പം ഇതാണ് ബേസിക്കലി IEEE 802.11 എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ശ്രദ്ധിക്കുക, അതിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിൽ വരുന്നത് 2.4 GHz ആണ് ബാൻഡ് വിഡ്ത്ത്. ഇനി അവിടെ വരുന്ന ഡേറ്റ റേറ്റ് എത്രയാണ്? 1 to 2 Mbps ആണ് ബാൻഡ് വിഡ്ത്ത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഹോപ്പിംഗ് ടെക്നിക്കും അതുപോലെ ഡയറക്ട് സീക്വൻസ് ടെക്നിക്കുമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. FHSS-ഉം DSS-ഉം എന്ന് പറയും. അതായത് FHSS എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം, ഡയറക്ട് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം, അതാണ് DSSS. ഇനി അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ബാക്കി പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ്. ബാക്കി പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? IEEE 802.11a ഉണ്ട്, 11i ഉണ്ട്, 11b ഉണ്ട് അല്ലെ. അപ്പം IEEE 802.11a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ എക്സ്റ്റൻഷൻ ടു IEEE 802.11. പക്ഷേ അവിടെ നമുക്ക് ഡേറ്റ റേറ്റും അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് റേഞ്ചും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. നോർമൽ IEEE 802.11നെ വെച്ച് നോക്കുമ്പോൾ 11aയുടെ ഫ്രീക്വൻസി റേഞ്ചും അതുപോലെ തന്നെ അതിന്റെ ഡേറ്റ റേറ്റും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അങ്ങനെ തന്നെയാണ് ബിയിലും വരുന്നത്. ഓക്കെ, 802.11 ബിയിലും എന്ത് തന്നെയാണ് വരുന്നത്? അവിടെയും നമുക്ക് ഡേറ്റ റേറ്റ് കൂടുതലായിരിക്കും, ഫ്രീക്വൻസി റേഞ്ചും കൂടുതലായിരിക്കും. ഇതിന്റെ എല്ലാം ഒരു നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? IEEE 802.11 ആണ് നോർമൽ. അതിന്റെയൊക്കെ എക്സ്റ്റൻഷൻ ആണ് IEEE 802.11a, 11b, 11g എന്നൊക്കെ പറയുന്നത്. എന്നാൽ IEEE 802.i എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഈ കോൺസെപ്റ്റ് ഇതൊക്കെ തന്നെ, പക്ഷേ കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒതന്റിക്കേഷനും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് IEEE 802.11i എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ കുറച്ചുകൂടെ വരുന്നത് ഏതായിരിക്കും? IEEE 802.11i ആയിരിക്കും. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് പറഞ്ഞത് ക്ലിയർ ആണോ? ശ്രദ്ധിക്കുക, IEEE 802.11 എന്ന് പറയുമ്പോൾ അവിടെ 2.5 GHz ഫ്രീക്വൻസിയും 1 to 2 Mbps ആയിരിക്കും ഡേറ്റ റേറ്റ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു? ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രവും ഡയറക്ട് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രവുമായിരുന്നു അവിടെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഈ പറയപ്പെടുന്ന 11G നമ്മുടെ ഓപ്ഷൻ 11i ആണ് കേട്ടോ. I ആണ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് വരുന്നത്. IEEE 802.11 i ആണ് കേട്ടോ. ഞാൻ മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. IEEE 802.11i ആണ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ്. ഇനി IEEE 802.11gയും 11bയും ഈ പറയുന്നതിന്റെ എക്സ്റ്റൻഷൻസ് ആണ്. എക്സ്റ്റൻഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഡേറ്റ റേറ്റിലും വ്യത്യാസം വരും, ഫ്രീക്വൻസി റേഞ്ചിലും വ്യത്യാസം വരും, അവിടെ യൂസ് ചെയ്യുന്ന സ്പെക്ട്രത്തിലും വ്യത്യാസം വരും. ചിലവർ യൂസ് ചെയ്യുന്നത് ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആയിരിക്കാം. അങ്ങനെ പല ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ വെർഷൻസ് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ IEEE 802.11i എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എൻക്രിപ്ഷനും അതുപോലെ തന്നെ ഡീക്രിപ്ഷനും ഒതന്റിക്കേഷനും കീ മാനേജ്മെന്റും ടെക്നിക്കുകളും എല്ലാം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് IEEE 802.11iയിലാണ്. സോ ഈ ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്വിച്ചിങ് സർവീസസ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ സെറ്റിംഗ് അപ്പ് എ വോയിസ് കമ്മ്യൂണിക്കേഷൻ ടു ഇന്റർനെറ്റ് സർവീസ് റെസ്പെക്റ്റീവ്ലി? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. അനുജ പറഞ്ഞത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സിനി ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ, കൺസെപ്റ്റ് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ, കറക്റ്റ് ആണോന്ന്. ഇന്റർനെറ്റ് സർവീസിന് സർക്യൂട്ട് സ്വിച്ചിങ് അല്ലേ യൂസ് ചെയ്യണേ? ഇന്റർനെറ്റ് സർവീസിന് സർക്യൂട്ട് സ്വിച്ചിങ് അല്ല, പാക്കറ്റ് സ്വിച്ചിങ് ആണ് യൂസ് ചെയ്യുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് കണക്ഷൻ ഓറിയന്റഡ് ആണ്. കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെലിഫോൺ കോൺവെർസേഷന്റെ കേസിലൊക്കെയാണ് കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്വിച്ചിങ് സർവീസസ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ സെറ്റിംഗ് വോയിസ് കമ്മ്യൂണിക്കേഷൻ? വോയിസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്കറിയാം, നോർമലി ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത്? ആദ്യമേ നമ്മൾ കോൾ ഡയൽ ചെയ്യുന്നു, റെസ്പോണ്ടന്റ് അല്ലെങ്കിൽ ഒരു റിസീവർ കോൾ കണക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അല്ലെ. ദെൻ അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു വോയിസ് കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? സർക്യൂട്ട് സ്വിച്ചിങ്ങിലാണ് വോയിസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇനി ഇന്റർനെറ്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എപ്പോഴും എന്താ വേണ്ടത്?
കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. നമുക്ക് എപ്പോഴും പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയാണ് വേണ്ടത് അല്ലെ. നമ്മൾ നെറ്റിൽ ഒരു കാര്യം സെർച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ 10 മിനിറ്റ് അല്ലെ 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ട് വരട്ടെ എന്ന് നോക്കി നിൽക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം അല്ലെ. അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് വേണമെങ്കിൽ അവിടെ യൂസ് ചെയ്തത് കണക്ഷൻലെസ് സർവീസ് ആണ്. കണക്ഷൻലെസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ റിക്വസ്റ്റ് ഡിഫറെന്റ് റൂട്ടുകളിലൂടെ, ആ പാക്കറ്റ് ഡിഫറെന്റ് റൂട്ടുകളിലൂടെ ഡെസ്റ്റിനേഷനിലോട്ട് അയച്ച് തിരിച്ച് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നു. എന്നാൽ കണക്ഷൻ ഓറിയന്റഡിൽ എന്താ ചെയ്യുന്നത്? കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് സെർവറുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നത് സത്യം തന്നെ. പക്ഷെ നമുക്ക് ടൈം ഡിലേ ഒക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കണക്ഷൻ ഓറിയന്റഡില്. അപ്പം ഇന്റർനെറ്റിൽ ഒരിക്കലും നമുക്ക് അത് സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. ഇന്റർനെറ്റിൽ നമുക്ക് ഒരിക്കലും ടൈം സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇന്റർനെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാക്കറ്റ് സ്വിച്ചിങ് ആണ്. ദാറ്റ് ഈസ് കണക്ഷൻലെസ് സർവീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കണക്ഷൻ ഓറിയന്റഡ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എനിക്ക് ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മാച്ച് ദ ഫോളോവിങ്. നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് ഒന്ന് പോവാം. ശ്രദ്ധിക്കുക, മാച്ച് ദ ഫോളോവിങ് ആണ് അല്ലെ. UDP ഹെഡർ പോർട്ട് നമ്പർ. നമുക്കറിയാം പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു 16 ബിറ്റ് ആണ് പോർട്ട് നമ്പർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ 16 ബിറ്റ് പോർട്ട് നമ്പർ വരുന്നത് P4 ആയിട്ടാണ് മാച്ച് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സിയും ഡിയും ഒരു കറക്റ്റ് ഉണ്ട് അല്ലെ. പി ആരിലോട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്? ഓപ്ഷൻ 4ലോട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. ദെൻ ഈതർനെറ്റ് മാക് അഡ്രസ്. ഈതർനെറ്റ് മാക് അഡ്രസ് എന്ന് പറയുന്നത് ഡേറ്റ ലിങ്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന മാക് അഡ്രസ് അല്ലെ, ഫിസിക്കൽ അഡ്രസ്. അത് എത്രയാണ്? 48 ബിറ്റ് ആണ്. അപ്പൊ നോക്കിക്കേ, ക്യൂ എന്ന് പറയുന്നത് 1ലോട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. ഇവിടെയും 1ലോട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തത് IP വെർഷൻ ഹെഡർ, IP വെർഷൻ 6 നെക്സ്റ്റ് ഹെഡറും അതുപോലെ തന്നെ TCP ഹെഡർ സീക്വൻസ് നമ്പറും. അപ്പൊ ഇതിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. നമുക്കറിയാം സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് ഒരു 32 ബിറ്റ് ആണ്. സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് ഓക്കെ, സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ് സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് വന്നു? ഓപ്ഷൻ എസ് എന്ന് പറയുന്നത് 3ലോട്ട് വന്നു. അപ്പോ ഒബ്വിയസ്ലി R എന്ന് പറയുന്നത് IP വെർഷൻ 6 നെക്സ്റ്റ് ഹെഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ബിറ്റ് ആയിരിക്കും. സോ റൈറ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്.